ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള പലതരം ഈവനിങ് സ്നാക്കാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എടുത്ത് കാണാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ചിക്കൻ ബജിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വേവിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കുക. വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഊറി വരും. പിന്നെ ഇത് വറ്റിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുത്തിട്ട് വെള്ളം വറ്റിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചിക്കൻ വേവിച്ച വെള്ളമൊന്നും ഇല്ല, ഇതിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേവിച്ച വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ ചിക്കൻ സ്റ്റോക്ക്. പിന്നെ വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതിൻ്റെ മാവ് റെഡിയാക്കാനായിട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് മൈദമാവ് മാത്രമായിട്ടും നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെയും ചെയ്യാറുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കുക. ഏകദേശം 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നോക്കാം. ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് പോരാന്നുണ്ടെങ്കിൽ പിന്നെ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നല്ല തിക്കായിട്ടുള്ള മാവാണ് വേണ്ടത്, ഒരുപാട് ലൂസല്ല. നമ്മൾ സാധാ ബജിയൊക്കെ ഉണ്ടാക്കാറില്ലേ, ആ ഒരു പരുവം തന്നെയാണ്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഈ ഒരു മാവിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കന് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഓരോ പീസായിട്ട് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ബജി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ചിക്കൻ വേവിക്കാതെയും ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ ഒരുപാട് റെസിപ്പി ചിക്കൻ വേവിക്കാത്ത സ്നാക്കൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയും ചെയ്യാം. ഒന്നും കൂടെ നല്ലത് ഇതിലോട്ട് വേവിച്ചെടുത്ത ചിക്കൻ ചേർക്കുമ്പോഴാണ്. സാധാരണ ഇങ്ങനെ ബജി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിനേക്കാളും വലിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടാണ് ഈ ഒരു ബജി കുറച്ചും കൂടെ എനിക്ക് അതിനേക്കാളും ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. പിന്നെ നമ്മൾ കുറേയൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടൊക്കെ അല്ലേ ചെയ്യുന്ന സ്നാക്ക്, പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേവിച്ചെടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പ്രാവശ്യം കൂടി ഫ്രൈ ചെയ്തെടുക്കാനുള്ളതുണ്ട് നമ്മളെടുത്ത അളവിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്നാക്കാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ത്രെഡ് ചിക്കനാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 350 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ള. ഇതുപോലെ നീളത്തിൽ ഫിംഗർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കഴുകി വെള്ളം വാർന്നെടുത്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് തരുത്തരുപ്പായി പൊടിച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തരുത്തരുപ്പോടെ പൊടിച്ചെടുത്തിട്ടുള്ള മുളക് പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ചാറ്റ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് ഗ്രീൻ ചില്ലി സോസ്, അതുപോലെ 1 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. താഴത്തെ തട്ടിൽ, ഫ്രീസറിലല്ല. അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ എന്തായാലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. പിന്നെ ഇതിൽ നല്ലോണം ഡ്രൈ ആയിട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ തൈര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചും കൂടെ ഇതിൽ നല്ലൊരു പരണ്ടിരിക്കുന്ന പരുവമാകണം. ഇനി നമ്മളിത് കോട്ടിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമൂസ ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പൊടിഞ്ഞ് പോയിട്ടുള്ള ഷീറ്റൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഷീറ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നല്ലോണം തിന്നായിട്ട് കഴിയുന്നത് കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഷീറ്റും നമുക്ക് എത്ര ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും എടുത്താൽ മതി. അപ്പോൾ ഇത് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിനേക്കാളും തിന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഈ ഒരു കട്ട് ചെയ്തെടുത്ത ഷീറ്റിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോഴൊന്നും നമുക്ക് അങ്ങനെ നല്ലോണം ഇതിൽ പിടിക്കില്ല. നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലോണം ഒരു പിടി എന്ന രീതിയിലൊക്കെ കൈകൊണ്ട് എടുത്തിട്ട് 2 കൈ കൊണ്ടൊക്കെ എടുത്തിട്ട് നല്ലോണം കോട്ടിങ് ചെയ്താലാണ് നമുക്കിതിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഇതിലോട്ട് പിടിക്കൂല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഫുള്ളായിട്ട് ഇതിൽ കവർ ചെയ്യണം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഓരോന്നും ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് തന്നെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ ചിക്കൻ വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് തന്നെ ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ തിരിച്ച് മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം. 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മൊത്തം എല്ലാ സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം കുറക്കുക. ഇനി നമുക്കിത് മാറ്റാം ഇതിൽ നിന്നും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്കാണ് ചിക്കൻ വെച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ കബാബാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുത്ത ശേഷം നല്ലോണം വെള്ളം വാർന്നെടുക്കുക. അരമണിക്കൂറൊക്കെ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം വാർന്നെടുക്കുക കേട്ടോ. എന്നിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളത്തോട് ഇട്ട് കൊടുക്കുമ്പോൾ മാവ് ലൂസായി പോകും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വെള്ളം വാർന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ ക്രഷായി കിട്ടും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2ഉം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, അതുപോലെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ബ്രെഡ് സ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് 2 ബ്രെഡും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തെടുക്കണ്ട, ഇതുപോലെ കൈകൊണ്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. മാവ് ലൂസായിട്ടൊന്നുമില്ല, നല്ല കട്ടിക്ക് തന്നെയാണുള്ളത്. ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരിച്ചിരി 1-2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. ഇത് മാവ് വെച്ചിട്ട് തന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം കൂടുതൽ ചേർത്തിട്ട് നമ്മൾ വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ കബാബ് എന്ന രീതിയിൽ ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബോൾ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ മൊത്തം നമ്മൾ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. 15 മിനിറ്റൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച ശേഷം നമുക്കിത്
മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയിലോട്ട് ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക. കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബ്രെഡ് ക്രംസൊക്കെ നന്നായിട്ട് തന്നെ പിടിക്കുന്ന രീതിയിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കൈയൊക്കെ ഒന്ന് തുടച്ച് കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രോസൺ ആക്കിയിട്ടും വെക്കാം. അപ്പോൾ ഇത് ഫ്രോസൺ ആക്കി വെക്കുന്നൊന്നുമില്ല, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കോട്ടിങ് ചെയ്തെടുത്തിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് എണ്ണയിലോട്ട് ഇട്ടപാടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കൊടുക്കണ്ട, പൊടിഞ്ഞു പോവും. കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ മുകൾ ഭാഗം എണ്ണയൊക്കെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കൊടുക്കുക. ഒരു സൈഡ് കളറൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ വെച്ചിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ ഡോണട്ടാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഈ ഒരു കൂട്ട് നമ്മളിപ്പോൾ ചിക്കൻ കബാബിന് നമ്മൾ ചേർത്തിട്ടുള്ള സെയിം അതേ കൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് കാണിക്കാത്തത്. അതിലോട്ട് എന്തൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നോക്കുക. ബ്രെഡും അതുപോലെ മല്ലിയിലയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് എന്തൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തത് അതേപോലെ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റോ, ഒരു മീഡിയം സൈസിലുള്ള ഒരു പൊട്ടാറ്റോ മതിയാകും. ഇതിലോട്ട് നല്ലോണം ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു അളവിൽ മീഡിയം സൈസിലുള്ള ഒരു പൊട്ടാറ്റോയാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച പൊട്ടാറ്റോ കുറച്ച് വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ബോൾസാക്കി എടുത്തിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ബോൾസാക്കി എടുത്ത ശേഷം കയ്യിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ബോൾസാക്കി എടുത്തിട്ട് കൈവെള്ളയിൽ ചെറുതായിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നടുക്ക് ഒരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി, ഡോണറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ല, നല്ലൊരു ഡോണറ്റിൻ്റെ ഷേപ്പ് തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ പ്ലേറ്റിലും നമ്മൾ ഇതിലോട്ടും ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നും നമ്മൾ ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൽ നിരത്തി കൊടുത്ത് ഇതും നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുന്നുണ്ട്, ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് ഫ്രീസറിൽ ഇത് വെച്ചിട്ട് നമുക്ക് പിന്നീട് കോട്ടിങ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടില്ല, നല്ലൊരു കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ടിത് കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ഹോൾസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ഹോൾസൊക്കെ കാണുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ നടുക്ക് ഒരു ഹോൾസാക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ക്രംസൊക്കെ ഇതിൻ്റെ നടുക്കുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസാക്കി ഒന്നും കൂടെ ഇതുപോലെ ഹോൾസ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഇതുപോലെ ആക്കിയിട്ട് മൊത്തം ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഡോണട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. നേരത്തെ നമ്മൾ ചെയ്ത ചിക്കൻ കബാബ് ആണെങ്കിലും ഈ ഒരു ചിക്കൻ ഡോണട്ടാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയ മാറ്റമുണ്ട്. അതുപോലെ കാണാനും ഒരു ഭംഗി തന്നെയാണ്. നമുക്ക് ഒറ്റ മാവ് വെച്ചിട്ട് തന്നെ 2 രീതിയിൽ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. പൊട്ടാറ്റോ നമ്മൾ ചേർക്കുന്നതേ ഉള്ളൂ ഇതിലോട്ട്. അപ്പോൾ ഒരു സൈഡ് കളറൊക്കെ മാറി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ വെച്ചിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇഫ്താറിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ ഡോണട്ടാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ പക്കാവടയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി വെള്ളമൊക്കെ വാർന്നെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്
ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരുംജീരകം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഫെന്നൽ സീഡ്സ് ആണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സമയമുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും അല്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഈ ഒരു ചിക്കനിലോട്ടൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 കപ്പ് പച്ചരിപ്പൊടി റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ 1/4 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലൊരു തിക്കായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ഒരു കുഴഞ്ഞ് വരുന്ന പരുവാണ് കേട്ടോ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ലൂസായിട്ടുള്ള മാവല്ല. അപ്പോൾ ആദ്യം 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് പിന്നെ പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്, ഒരു കുഴഞ്ഞ് വരുന്ന ഒരു പരുവാണ്. ഇനി നമുക്ക് എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ ഉള്ളി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ കുറേശ്ശെ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മാറ്റാം. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ ബോൾസ് ആണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് കഴുകിയെടുത്ത ശേഷം വെള്ളം നല്ലോണം വാർന്നെടുക്കുക. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, വേണമെങ്കിൽ ആവി കയറ്റി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡയറക്റ്റ് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ആവി കയറ്റി എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്റ്റീമറിൻ്റെ തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്തിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1/2 കിലോ ചിക്കൻ വെച്ചിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നേരെ പകുതി എടുത്താൽ മതി. ഞാനിത് ഫ്രോസൺ ആക്കി വെക്കുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/2 കിലോ ചിക്കൻ എടുത്തത്. അപ്പോൾ ഇനി നമുക്കതൊരു 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു 5 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊടിച്ചെടുക്കണം ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ സൈഡൊന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തത് കളയണ്ട, നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കന് 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റോളം ആവി കയറ്റി എടുത്തിട്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം മൂറി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു ചിക്കൻ പീസ് മാത്രം ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ചിക്കൻ പീസ് ഇതിലോട്ട് വലിയൊരു ബൗളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2 പ്രാവശ്യമായിട്ടൊക്കെ ചെറിയ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചത്. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ.
കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ മതി. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ചിക്കൻ പോപ്കോൺ ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓനിയൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് മൊത്തത്തിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് എല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1-2 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബ്രെഡും അതുപോലെ വേറെ 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, മാറ്റി വെച്ചത്. ഇനി വേണ്ടത് ഇതിലോട്ട് മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തത് ഒരു പകുതിയോളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു മുട്ട ബീറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണ്ട, പിന്നീട് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ നേരത്തെ വേവിക്കുന്ന കൂട്ടത്തിൽ ഊറി വന്നിട്ടുള്ള ചിക്കൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂണാണ്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഒരു 2-3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇതിലോട്ട് കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു ബോൾസാക്കി എടുക്കാൻ പരുവത്തിനുള്ള ഒരു ഡോ ആയിട്ട് കിട്ടണം, നല്ല കട്ടിക്കുള്ളൊരു മാവ്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി മാവ് ലൂസാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മാവ് നല്ലോണം ഓവർ തിക്കാണ്, ഓവർ കട്ടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തതോ നേരത്തെ മാറ്റി ബാക്കി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചിക്കൻ വേവിച്ച വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊന്നും വേറൊന്നും ചേർത്തിട്ടൊന്നുമില്ല, നല്ല പാകത്തിനുള്ള നമുക്ക് ബോൾസാക്കി എടുക്കാൻ പരുവത്തിന് നല്ല കട്ടിക്കുള്ള മാവന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നല്ല വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബോൾസാക്കിയാണ് എടുക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ബോൾസാക്കി വെക്കാം കേട്ടോ, എല്ലാം കൂടെ. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിലാണ് കോട്ടിങ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിന് പകരം കോൺഫ്ലെക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇപ്പോൾ ഏകദേശം ഫ്ലേവറൊക്കെ ചിക്കൻ പോപ്കോണിൻ്റെ ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കോൺഫ്ലെക്സിൽ കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാനും ആ ഒരു രീതിക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസിലും കോട്ടിങ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ജസ്റ്റ് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്യുക, എന്നിട്ട് വേണം കോട്ടിങ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക. അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ചൊന്ന് ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ഇതിലിട്ട് കൊടുത്ത ശേഷം കയ്യൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് ഞാൻ കോട്ടിങ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമുക്കൊന്നും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് നീറ്റായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലായിടത്തും ഈ ഒരു ക്രംസ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ടിങ് ചെയ്യുക. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയിലോട്ട് ഇതിൻ്റെ പൊടിയൊന്നും തട്ടി വീഴുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രോസൺ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ട്രേയിലോട്ട് ആദ്യം ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ട്രേയിൽ മൊത്തം ഇതുപോലെ ഒന്ന് ഓരോന്നും ഇതുപോലെ നിരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ബോൾസും ഒരു ട്രേയിലോട്ട് മൊത്തത്തിൽ നിരത്തി കൊടുത്തിട്ട് 1 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കുക. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഒരു ട്രേയിൽ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഫ്രീസറിൽ വെച്ചാൽ മതി. 1 മണിക്കൂറൊക്കെ എന്തായാലും വെക്കുക. അപ്പോൾ നമുക്ക് നല്ല ഇതുപോലെ നല്ല കട്ടിക്കാണ് ഇതിപ്പോൾ ഉള്ളത്, നല്ല ഡ്രൈ ആയിട്ട് നല്ല കട്ടിക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ട് വെക്കാനായിട്ട്. ഇങ്ങനെ ആയി കിട്ടണം ആദ്യം, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ പൊടിഞ്ഞു പോവും. അതുമാത്രമല്ല നമ്മൾ പിന്നീട് എടുക്കുമ്പോൾ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ അത് മൊത്തത്തിലെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് നമുക്ക് എടുക്കുമ്പോൾ തന്നെ എല്ലാം പൊടിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ നമുക്ക് വെക്കാൻ പറ്റും. ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വെക്കാം കേട്ടോ. ഇതുപോലെ നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കാം, എയർ ടൈറ്റുള്ള നല്ലൊരു കണ്ടെയ്നറിൽ, അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലാക്കി വെച്ചാലും മതി. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രീസറിലോട്ട് മാറ്റാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു ഫ്രീസറിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്ന്.
പിന്നെ നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തലേന്ന് വെച്ചതായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ മുമ്പ് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ഫ്രോസൺ ആക്കി വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിന്. ഇതേപോലെ തന്നെ ഇതിപ്പോൾ കണ്ടില്ല, നല്ല ഫ്രീസായിട്ടാണുള്ളത്. നമുക്ക് കണ്ടെയ്നർ കാണുമ്പോൾ തന്നെ അറിയാം തലേന്നാണ്, ഒരു ദിവസം മുമ്പ് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ ദിവസമൊക്കെ വെക്കാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നല്ല സെപ്പറേറ്റ് ആയിട്ടെല്ലാം കൂടെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അങ്ങനെയെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ തന്നെ ഒരു 5-10 മിനിറ്റ് പുറത്ത് വെക്കുമ്പോൾ ഓക്കെ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സ്നാക്കും ഇതുപോലെ ഫ്രോസനാക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ സ്റ്റീക്ക് മഷ്റൂം സോസാണ്. അപ്പോൾ നോക്കാം, എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. ഞാൻ ഇതുപോലുള്ള ചിക്കൻ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ പീസ് എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആക്ച്വലി ചെയ്യേണ്ടത് ചിക്കൻ ബ്രസ്റ്റൊക്കെ ഒരു 3-4 പീസ് എടുത്താൽ മതി, വലിയ പീസാണെങ്കിൽ. ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു 200-250 ഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുക്കുക. ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം വാർന്നെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും ചേർക്കാനൊന്നുമില്ല. ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. കുരുമുളക് പൊടി 1 ടീസ്പൂണൊക്കെ നിറച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ, 1 ടീസ്പൂണ് കയ്യിലുണ്ടെങ്കിൽ. ഞാനിപ്പോൾ സോയാ സോസ് ചേർക്കുന്നില്ല, ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ ഒലിവ് ഓയിൽ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഒലിവ് ഓയിൽ ചേർക്കുമ്പോഴാണ്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരു 15-20 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. എന്നിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ ഗ്രിൽ ചെയ്തെടുക്കുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെ 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഇതിലോട്ടൊന്നും ചേർത്തില്ലെങ്കിലും. അപ്പോൾ ഇതിലേക്കുള്ള കുറച്ച് കോംബോ കാര്യങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് 2 സൈഡും. ഇനി ഇതിലേക്ക് നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള സോസ് നോക്കാം. അപ്പോൾ സോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാൻ ഓൾറെഡി ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് മഷ്റൂമാണ്. അപ്പോൾ മഷ്റൂം എടുത്തിട്ട് ഇത് നന്നായി കഴുകി എടുത്ത ശേഷം ഒന്ന് സ്ലൈസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സ്ലൈസ് ചെയ്തെടുത്തത് ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. കുറച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. ഏകദേശം 1 കപ്പ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള മഷ്റൂം എടുത്താൽ മതി. ഇനി നമുക്ക് ചൂടായ പാനിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഈ ഒരു ബട്ടറിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയൊരു രീതിയിൽ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കുക. ഇനി മഷ്റൂം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മഷ്റൂം ഒന്ന് വെന്ത് കിട്ടണം. ഈ ഒരു സമയത്ത് ബട്ടർ പോരാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് വെന്ത് ഒന്ന് വാടി കിട്ടണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും തോറും കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് വെന്ത് ഒന്ന് വാടി കിട്ടണം. ഇടയ്ക്ക് വേണമെങ്കിൽ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറേ നേരം നമ്മളങ്ങനെ വേവിച്ചെടുക്കണമെന്നില്ല. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ വെന്ത് വരുന്നുണ്ട്.
അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. മഷ്റൂമൊക്കെ ഇത്രയും മതി. ഇതിപ്പോൾ ഇത്രയും മതി, നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഏകദേശം ചേർത്ത് കൊടുക്കുന്നുള്ള. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. അതുപോലെ ഇത് നല്ലോണം തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ, 1/4 കപ്പിൻ്റെ അടുത്ത് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് പാല് ചേർക്കുന്നില്ല, ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് പിന്നീട് നല്ലോണം ഇതിനേക്കാളും തിക്കാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത കൊണ്ട് ഇതിലോട്ട് ഇനി പാല് ചേർത്തിട്ടില്ല, വെള്ളമാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു 2-3 ടേബിൾ സ്പൂണ്. പിന്നെ ഇതിലോട്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു നുള്ള് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മൊസറല്ല ചീസ്, ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇതിപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. ഓൾറെഡി നല്ല ചൂടല്ലേ, അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിലോട്ട് അലിഞ്ഞ് ഒന്ന് മിക്സായി കിട്ടും. ഇതിപ്പോൾ ഇത്രയും മതി, പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് മഷ്റൂം സോസ്. നല്ല അടിപൊളി സോസാണ് നമ്മൾ ചിക്കനിലോട്ട് ഒഴിച്ച് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി സെർവ് ചെയ്യുന്നതും കൂടെ നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലോട്ട് മൊത്തത്തിൽ ഈ ഒരു സോസ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുമ്പോൾ. നമ്മൾ ഈ ഒരു മഷ്റൂമും അതുപോലെ സോസും ചിക്കനും എല്ലാം കൂടെ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണിത്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ആലു ചിക്കൻ ടിക്കയാണ്. ഞാൻ മുമ്പും ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 400 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി എടുത്ത ശേഷം വെള്ളം നല്ലോണം വാർന്നിട്ട് തന്നെ എടുക്കുക കേട്ടോ. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ സ്ട്രെയിനറിൽ ഇട്ടിട്ട് എടുക്കുക. എന്നിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒട്ടും എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലാകുമ്പോൾ അങ്ങനെ അരഞ്ഞ് പേസ്റ്റ് പരുവത്തിലല്ല, നമുക്കൊരു ക്രഷായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ല വലിയ ഒരു പൊട്ടോറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പൊട്ടോറ്റോ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. നല്ല വലിയ പൊട്ടോറ്റോ ആണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും 1 സവാളയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരിച്ചിരി പെരുംജീരകം ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2 പ്രാവശ്യമായിട്ടൊക്കെ ക്രഷ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. വെള്ളമൊന്നും ചേർക്കാതെ വേണം. പിന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാറുണ്ട്, ചെറിയ മുട്ട നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ടയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി ലൂസാവും. അപ്പോൾ ഒരിച്ചിരി കോൺഫ്ലവറോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസോ ചേർത്തിട്ട് നമുക്കൊന്ന് ബോൾസാക്കി എടുക്കാം. പാകത്തിന് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ക്രഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അങ്ങനെ പേസ്റ്റ് പരുവത്തിലല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പൊട്ടോറ്റോ വേവിക്കാത്ത പൊട്ടോറ്റോയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബോൾസാക്കി എടുക്കാൻ പാകത്തിന് തന്നെയാണ് ഇതിപ്പോൾ ഉള്ളത്. ഇനി ഇതിലോട്ട് ബ്രെഡ് ക്രംസോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് മാവ് ലൂസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഒരു 1-2 അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂണ് കോൺഫ്ലവർ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കയ്യിലൊരിച്ചിരി എണ്ണ തടവി കൊടുത്തിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് ഒരു ഷേപ്പാക്കി ഒരു ബോൾസാക്കി എടുത്താൽ മതി. ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഇതുപോലെ നമ്മൾ പെട്ടെന്ന് ബോൾസാക്കി നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിൽ നിരത്തി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം മൊത്തത്തിൽ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ല, എല്ലാം കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ്. അല്ലാതെ ഇത് വഴറ്റിയെടുക്കാനോ പിന്നെ ഫില്ലിങ് ചെയ്ത് വെച്ച് കൊടുക്കാനോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫ്രൈ പാൻ എടുക്കുക, തവയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാനോ എടുത്തിട്ട് ചൂടായി വന്ന ശേഷം
എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എണ്ണ അധികം കഴിക്കാത്ത ആളാണെങ്കിൽ എണ്ണ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ്. ഫ്ലെയിം ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറക്കുക. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിലല്ല വെക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം. പിന്നെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ അങ്ങനെ നല്ലോണം കനത്തിൽ ആക്കി എടുക്കണ്ട, കുറച്ചും കൂടെ ഫ്ലാറ്റായിട്ട് തിന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര കനത്തിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ തിന്നാക്കി ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേണമെങ്കിൽ ബ്രൗൺ കളറായി കിട്ടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് സൈഡും കൂടെ ഒന്ന് വേണമെങ്കിൽ ആക്കി കൊടുക്കാം, ഓപ്ഷണലാണ്. എന്തായാലും വെന്ത് കിട്ടും. സൈഡ് കളറും കൂടെ ബ്രൗൺ കളറായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം വെച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് നേരം ഒന്നും വെക്കുന്നില്ല. ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റുന്നുണ്ട് ഇതിൽ നിന്നും. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. നമ്മളിത് ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ചെയ്യുന്നത്, ഷാലോ ഫ്രൈ അല്ലേ. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതായിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ മാറ്റിയാൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ, ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് നമ്മൾ ഉണ്ടാക്കിയ അളവിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിൽ അരിഞ്ഞതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ക്രഷ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്